കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. മൂവാറ്റുപുഴ അഗ്നിരക്ഷാസേന നിലവിൽ പ്രവർത്തിക്കുന്ന അർബൻ ഹാറ്റ് കെട്ടിടത്തിന്റെ സംരക്ഷണ മതിൽ തകർച്ചാ ഭീഷണിയിൽ. അഗ്നിരക്ഷാസേനയുടെ ജില്ലാ ആസ്ഥാന മന്ദിര നിർമ്മാണത്തിനായി ഹൈക്കോടതി നിർദ്ദേശപ്രകാരം നഗരസഭ അനുവദിച്ച സ്ഥലം വിട്ടു നൽകാനുള്ള നടപടികൾ വൈകുന്നതിനെതിരെ കോടതിയലക്ഷ്യ ഹർജിയുമായി പൊതുപ്രവർത്തകൻ MJ ഷാജി. മൂവാറ്റുപുഴ അഗ്നിരക്ഷാസേന നിലവിൽ പ്രവർത്തിക്കുന്ന മൂവാറ്റുപുഴയിലെ അർബൻ ഹാറ്റ് കെട്ടിടത്തിന്റെ സംരക്ഷണ മതിൽ തകർച്ചാ ഭീഷണിയിൽ. മതിലിന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ രീതിയിൽ വിള്ളലുകൾ വീണിട്ടുണ്ട്. വർഷങ്ങളായി അപകടാവസ്ഥ തുടർന്നിട്ടും അധികൃതരുടെ ഭാഗത്തുനിന്ന് യാതൊരുവിധ നടപടിയും ഉണ്ടാകുന്നില്ലെന്നാണ് ആക്ഷേപം. ദിവസേന നിരവധി ആളുകളും വാഹനങ്ങളും കടന്നുപോകുന്ന വഴിയാണിത്. കാലവർഷം അടുത്തെത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ മതിലിടിഞ്ഞു വീണ് അപകടമുണ്ടാകാൻ സാധ്യതയേറെയാണ്. പൊതുജനങ്ങളുടെയും ജീവനക്കാരുടെയും സുരക്ഷ മുൻനിർത്തി തകർച്ചാ ഭീഷണിയിലായ മതിൽ അടിയന്തരമായി പൊളിച്ചു നീക്കി പുതിയ മതിൽ നിർമ്മിക്കാൻ നഗരസഭയും ബന്ധപ്പെട്ട വകുപ്പുകളും തയ്യാറാകണമെന്ന ആവശ്യം ശക്തമാണ്. മൂവാറ്റുപുഴ അഗ്നിരക്ഷാസേനയുടെ ജില്ലാ ആസ്ഥാന മന്ദിര നിർമ്മാണത്തിനായി ഹൈക്കോടതി നിർദ്ദേശപ്രകാരം നഗരസഭ അനുവദിച്ച 50 സെന്റ് സ്ഥലം വിട്ടു നൽകാനുള്ള നടപടികൾ അനന്തമായി വൈകുന്നതിനെതിരെ കോടതിയലക്ഷ്യ ഹർജിയുമായി പൊതുപ്രവർത്തകൻ MJ ഷാജി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഇത് മുമ്പ് ഒരു ഫയർ സ്റ്റേഷൻ ഇവിടെ പ്രവർത്തിച്ചിരുന്നു. മൂവാറ്റുപുഴയുടെ ഒരു ഫയർ സ്റ്റേഷൻ. ആ കെട്ടിടത്തിൻ്റെ അകത്തായിരുന്നു അന്ന് ആ ഫയർ സ്റ്റേഷൻ സ്ഥിതി ചെയ്തത്. അത് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായി കഴിഞ്ഞപ്പോൾ അതിനിടയ്ക്ക് ഈ 1968 ഒരു റെസൊല്യൂഷൻ, ഒരു ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാരിൽ നിന്നും മൂവാറ്റുപുഴ നഗരസഭ ഈ റവന്യൂ പുറമ്പോക്ക് ഭൂമി നഗരസഭയ്ക്ക് എഴുതി വാങ്ങി. ഈ എഴുതി വാങ്ങിയ പുറമ്പോക്ക് ഭൂമി 92 കൗൺസിലിൽ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കി. ഈ സ്ഥലത്ത് ഒരു 36 സെൻറ്റ് സ്ഥലം മൂവാറ്റുപുഴ അഗ്നിരക്ഷാ നിലയത്തിന് കെട്ടിടം പണിയുന്നതിന് വേണ്ടി വിട്ടു നൽകാമെന്ന് അന്നത്തെ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കി. ബാക്കിയുള്ള സ്ഥലം ഇവിടെ ഈ കുളിക്കടവ്, അതുപോലെ തന്നെ ഇവിടെ ഒരു പൊതു ശൗചാലയം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതേ കാട് കയറി കിടക്കുന്നതാണ്. അതും ഈ മുനിസിപ്പൽ കോംപ്ലക്സിൻ്റെ കെട്ടിടം കഴിച്ചുള്ള 36 സെൻറ്റ് സ്ഥലമാണ് അഗ്നിരക്ഷാ നിലയത്തിന് കൊടുക്കാൻ വേണ്ടി റെസൊല്യൂഷൻ പാസ്സാക്കിയത് അന്നത്തെ കൗൺസിൽ. പിന്നീട് വന്ന 1-2 കൗൺസിൽ ഈ അഗ്നിരക്ഷാ നിലയത്തിന് സ്ഥലം വിട്ടുകൊടുക്കില്ല എന്നും ഇവിടെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് നഗരസഭയ്ക്ക് വേണ്ടി വരും, അത് പണിയാൻ വേണ്ടി ഇവർക്ക് ഇത് വിട്ടുകൊടുക്കാതെ ഇരിക്കുകയും ചെയ്തു ദീർഘനാൾ. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ 2018 ഇവരെ ഇവിടെ നിന്ന് ഒഴിവാക്കി ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന അർബൻ ഹാറ്റിലേക്ക് ഈ അഗ്നിരക്ഷാ നിലയത്തിനെ മാറ്റി താമസിപ്പിക്കുകയുണ്ടായി. അർബൻ ഹാറ്റ് എന്ന് പറയുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് ഈ നഗരസഭയുടെ മേൽനോട്ടത്തിൽ ഈ ആദിവാസികളുടെ ഉൽപ്പന്നങ്ങളുണ്ടാക്കി വിപണനം ചെയ്ത് അത് വിതരണം ചെയ്യുന്ന ഒരു കേന്ദ്രമായിരുന്നു അർബൻ ഹാറ്റ്. പക്ഷേ അത് കെട്ടിടം പണിതല്ലാതെ ഇന്ന് വരെ അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ടില്ല. അവിടത്തേക്കാണ് ഇവരെ മാറ്റിയത്, വാടകയ്ക്ക് എന്ന നിലയിൽ മാറ്റി പാർപ്പിച്ചിരിക്കുന്നത്. ഇപ്പം നിലവിൽ അഗ്നിരക്ഷാ നിലയത്തിന് സ്ഥലം ഫണ്ടുണ്ടെങ്കിലും കെട്ടിടം പണിയാൻ ഒരു സ്ഥലമില്ല. ആ സാഹചര്യത്തിലാണ് 2018 ഞാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലേക്ക് പോകുന്നത്. അഗ്നിരക്ഷാ നിലയത്തിന് ഈ കാണുന്ന 36 സെൻറ്റ് സ്ഥലം വിട്ടുകൊടുക്കാമെന്ന് നഗരസഭ വിട്ടുകൊടുക്കാമെന്ന് പറഞ്ഞാൽ ഈ 36 സെൻറ്റ് സ്ഥലം അഗ്നിരക്ഷാ നിലയത്തിന് വിട്ടുകൊടുക്കണമെന്നും അവിടെ ആഭ്യന്തര വകുപ്പ് അനുവദിക്കപ്പെട്ടിരിക്കുന്ന തുക ഉപയോഗിച്ച് ലാപ്സാവാതെ കെട്ടിടം പണിയണമെന്നും ആയിരുന്നു എൻ്റെ ആവശ്യം. അപ്പോൾ അഗ്നിരക്ഷാ നിലയത്തിൻ്റെ ജില്ലാ ഓഫീസർ ഇത് പരിശോധിക്കുകയും ഇവിടെ അനുയോജ്യമാണെന്ന് രേഖാമൂലം കത്ത് നൽകുകയും ഉണ്ടായി. ഇവിടെ ഒരു ജില്ലാ നിലവാരത്തിലാണ് മൂവാറ്റുപുഴയിൽ ഇനിയൊരു അഗ്നിരക്ഷാ നിലയം വരുന്നത്. ആ സ്കൂബ ടീം വരും, അതുപോലെ തന്നെ ഒരു പരിശീലന കേന്ദ്രങ്ങൾ വരും. ഒത്തിരി ഫെസിലിറ്റികളുള്ള, ഒത്തിരി ഉപകരണങ്ങളുള്ള ഒരു അഗ്നിരക്ഷാ നിലയമാണ് ഇനി വരാൻ പോകുന്നത്. അതിനുവേണ്ടി ബഹുമാനപ്പെട്ട സർക്കാർ അതിനുവേണ്ടി എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി വെച്ചിരിക്കുകയാണ്. പക്ഷേ നഗരസഭ ഈ സ്ഥലം വിട്ടുകൊടുക്കാത്തത് മൂലമാണ് ഇത്രയും കാലതാമസവും ഉണ്ടായതും ഈ ഫണ്ട് ലാപ്സായി എന്ന നിലയിൽ കിടക്കുന്നതും. ഈ 36 സെൻറ്റാണ് ഈ അഗ്നിരക്ഷാ നിലയത്തിന് അനുയോജ്യമായ സ്ഥലവും വെള്ളമെടുക്കാനും എല്ലാ സൗകര്യങ്ങൾക്കും വാഹനം ഓടിച്ചെല്ലാനും എവിടേക്കും പോകാനും ഉള്ള അനുയോജ്യ സ്ഥലം ഇതാണെന്ന് ഹൈക്കോടതിയും കണ്ടെത്തിയിട്ടുണ്ട്. എൻ്റെ ആവശ്യം ഇതാണ്, ഞാൻ ക്ലെയിം ചെയ്തിരിക്കുന്നത്. അതേസമയം കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഹോമിയോ ആശുപത്രിക്ക് സമീപമുള്ള 50 സെന്റ് സ്ഥലം അഗ്നിരക്ഷാസേനയ്ക്ക് വിട്ടു നൽകാൻ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് തന്നെ നഗരസഭ നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ടെന്ന് നഗരസഭ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി പറഞ്ഞു. സർക്കാരിലേക്ക് ഇതിനാവശ്യമായ രേഖകളെല്ലാം നൽകിയിരുന്നു. രേഖകളുമായി ബന്ധപ്പെട്ട് ചില വിശദീകരണങ്ങൾ സർക്കാർ ആവശ്യപ്പെടുകയും ഇതിനുള്ള മറുപടി അപ്പോൾ തന്നെ നൽകുകയും ചെയ്തു. എന്നാൽ ഇതുവരെ തുടർ നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ലെന്നും ജോയ്സ് മേരി ആന്റണി പറഞ്ഞു.
ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. കോതമംഗലം രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് വാഴക്കുളം. ഓട്ടോണമസ് പദവിയുടെ തിളക്കത്തിൽ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് 1/4 നൂറ്റാണ്ടിന്റെ പാരമ്പര്യം. NBA, NAT അക്രഡിറ്റേഷനുകൾ, മൾട്ടിനാഷണൽ കമ്പനികളിലടക്കം മികച്ച പ്ലേസ്മെന്റ്, അന്തർദേശീയ നിലവാരമുള്ള ലാബുകൾ, അക്കാദമിക് എക്സലൻസിനോടൊപ്പം വൈവിധ്യമാർന്ന പാഠ്യേതര പ്രവർത്തനങ്ങൾ, BTech കോഴ്സുകൾ, MBA, ആഗോള തൊഴിൽ സാധ്യതകളുമായി ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി. സിൽവർ ജൂബിലിയുടെ നിറവിൽ അക്കാദമിക് മികവിന്റെ 25 വർഷങ്ങൾ പിന്നിടുന്ന വിശ്വജ്യോതിയോടൊപ്പം നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കൂ.